എന്തുകൊണ്ട് ഈ പ്രായത്തിൽ കിഡ്നിയിൽ ഇങ്ങനെ നീര് വരുന്നു എന്നുള്ളത്? ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ചിട്ടുള്ളതാണ്. ഫുട്ബോളിൽ ആ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ അസുഖം റെക്കഗ്നൈസ് ചെയ്യണത്. പിന്നെ അധികം ഡയാലിസിസ് ചെയ്യേണ്ടി വന്നില്ല ആ ടൈമിൽ. അമ്മയായിരുന്നു തന്നത് ഡോണർ കിഡ്നിയുടെ. അപ്പം അതുകൊണ്ട് അന്നെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടന്നു. ഈ കഴിഞ്ഞ നവംബറിൽ ജോണ്ടിസ് വന്നായിരുന്നു. അപ്പോൾ അത് ലിവറിനെയും കിഡ്നീനെയാണ് അഫക്റ്റ് ചെയ്തത്. അപ്പോൾ വീണ്ടും ഡയാലിസിസിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡയാലിസിസ് രണ്ടാമത് നിന്നപ്പോഴാണ് നമ്മളൊരു മറ്റൊരു ട്രാൻസ്പ്ലാന്റിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടാവറിൻ്റെ ഇത് വന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു അനീഷ് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറിൻ്റെ പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പുള്ളിയുടെ എല്ലാ ഓർഗൻസും പുള്ളി ഡൊണേറ്റ് ചെയ്തായിരുന്നു. പറ്റണ 7 ഓർഗൻസും പുള്ളി ഡൊണേറ്റ് ചെയ്തു. അത്രയും നല്ലൊരു കാര്യമാണ്. പുള്ളിയുടെ കൂടെ വേറെ ഇത്രയും പേർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം പുള്ളി ഒരുക്കിയിട്ടാണ്. സോ ഒക്ടോബർ 23 രാവിലെ പ്രോസ്പെക്റ്റീവ് ഡിസീസ് ഡോണർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ സൈഡിൽ നിന്നുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് കിഡ്നി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പെർഫ്യൂഷൻ പ്രോസസ്സ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അഖിലിൻ്റെ ശരീരത്തിലേക്ക് വച്ച് പിടിപ്പിക്കണം കിഡ്നി. അപ്പം ആ ഒരു പ്ലാനിങ് അതിനകത്തുണ്ട്. ഒൺലി തിങ് റൈറ്റ് കിഡ്നിയാണ് നമുക്ക് അഖിലിന് വെക്കാൻ കിട്ടിയത്. റൈറ്റ് കിഡ്നി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ സർജിക്കലി കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് എവറിത്തിങ് വെന്റ് ഫൈൻ.